ഹലോ, ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ നാട്ടിൽ ഞാനിങ്ങനെ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നാട്ടിൽ നമുക്ക് നല്ലോണം വണ്ടി നല്ല സ്പീഡിലൊക്കെ ഓടിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അവർ അങ്ങനെയുള്ളൊരു ചിലരുടെ ഒരു സ്വപ്നമായിരിക്കും ജർമ്മൻ ഓട്ടോബാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേസാണ് അവിടെ വണ്ടി ഓടിക്കുക എന്നുള്ളത്. കാരണം അവരുടെ വിചാരം, അല്ലെങ്കിൽ മീൻസ് ഒരു നാട്ടിലുള്ള ഈ ഓട്ടോബാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പീഡ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. കാരണം ഞാനിവിടെ ഒരു 10 കൊല്ലത്തിൽ കൂടുതലായിട്ട് വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് നാട്ടിൽ ലൈസൻസ് ഇല്ല. ഞാനിവിടെ ജർമ്മനിയിൽ വന്നിട്ടാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നത്. അതൊക്കെ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം അല്ല, പക്ഷേ കുറേ വർഷങ്ങൾ ഞാൻ ഏകദേശം എൻ്റെ വീടും ജോലിസ്ഥലവും തമ്മിൽ 45 കിലോമീറ്ററിൻ്റെ ദൂരം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാ ദിവസവും ഓട്ടോബാൻ എടുത്തിട്ടാണ് ജോലിക്ക് പോകാറുള്ളത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ആകെ ഈ 45 കിലോമീറ്ററിൽ ഒരു 5 തൊട്ട് 10 കിലോമീറ്റർ വരെ മാത്രമേ സ്പീഡ് ലിമിറ്റ് ഇല്ലാത്തതുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം 120 130 സ്പീഡ് ലിമിറ്റ്. അതും അവിടെയൊക്കെ ചിലപ്പോൾ ക്യാമറകളുണ്ടാകും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എത്രമാത്രം ഓവർ സ്പീഡിലാണോ പോണത് വെച്ചിട്ട് നമുക്കൊന്നിൽ ഫൈൻ അടിക്കാം, പോയിൻറ്റ്സ് വീഴാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലൈസൻസ് വരെ പോവാം. സോ അതുകൊണ്ട് ജർമ്മൻ ഓട്ടോബാനിൽ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. സ്പീഡ് ലിമിറ്റ് ഇല്ലാത്തത് വളരെ ചെറിയ പോർഷൻസിൽ മാത്രമേ ഉള്ളൂ സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത ഇത്. പിന്നെ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മിക്കപ്പോഴും ഓട്ടോബാനിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. അത് നല്ല കട്ട ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ റോക്കറ്റ് പോണ വേഗത്തിൽ പോകാം എന്ന് ഉള്ളൊരു കൺസെപ്റ്റ് തെറ്റാണ് കേട്ടോ. സോ അത് പറയാനാണ് ഞാൻ വന്നത്. സോ സ്റ്റേ ഹാപ്പി, ബൈ ബൈ.